ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് അർദ്ധനാരീശ്വരൻ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഈ ചിത്രം സെലക്ട് ചെയ്തത് പിൻട്രസ്റ്റ് എന്നുള്ളൊരു ആപ്പിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നേരിട്ട് തന്നെ ക്യാൻവാസിലോട്ട് വരച്ചില്ല, പകരം ആദ്യം ഒരു പേപ്പറിനകത്തോട്ട് പകർത്തിയിട്ട് പിന്നീടാണ് അത് ക്യാൻവാസിലോട്ട് പകർത്തിയത്. നിറങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങും. മ്യൂറൽ പെയിൻറ്റിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ മ്യൂറൽ പെയിൻറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മ ആ പെയിൻറ്റിങ് രീതിയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന അർദ്ധനാരീശ്വരൻ പെയിൻറ്റിങ്ങിൽ ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ശരിയാവും എന്ന് എനിക്കറിയില്ല. പേപ്പറിൽ നമ്മൾ ആദ്യം വരച്ചു വെച്ച ചിത്രം യെല്ലോ കാർബൺ ഉപയോഗിച്ച് ക്യാൻവാസിലോട്ട് പകർത്തി. പിന്നെ റെഡ് കളർ ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. പിന്നെ ഓർണമെൻറ്റ്സ് അതുപോലെ ചെവിപ്പൂവ് ഭാഗങ്ങളൊക്കെ കളർ ചെയ്ത് കൊടുത്തു. ഞാൻ കളർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്യാമലിൻ്റെ അക്രിലിക് കളേഴ്സാണ് കേട്ടോ. ഓരോ തവണ മ്യൂറൽ ചെയ്യുമ്പോഴും എനിക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത് പറഞ്ഞത് നല്ല ക്ഷമ വേണം. കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർത്തിട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതിൻ്റെ ഓരോ ഷെയ്ഡിങ് ആണെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്താലാണ് അത് ഭംഗിയായി വരുള്ളൂ. അപ്പം ഞാൻ നല്ല ക്ഷമയോടുകൂടി ഇത് വേണം ചെയ്ത് തീർക്കാനായിട്ട്. മുഖത്ത് നമ്മൾ ആദ്യം യെല്ലോ വെച്ചിട്ട് ഫുള്ള് കളർ ചെയ്തതിന് ശേഷം യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാണ്. മഹാദേവൻ്റെ മുഖത്തിൻ്റെ ആ പോർഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം യെല്ലോ കളർ വെച്ചിട്ട് ഫുള്ള് കളർ ചെയ്തതിന് ശേഷം ലൈറ്റായിട്ട് ബ്ലൂ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാണ് ചെയ്തത്. മഹാദേവൻ്റെ വസ്ത്രമായ പുലിത്തോലിൻ്റെ ഒരു പോർഷൻ വരുന്ന ഭാഗത്ത് ഞാൻ ആദ്യം യെല്ലോ വെച്ചിട്ട് കളർ കൊടുത്തു. അതിനുശേഷം യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം ആ പുലിയുടെ ആ ഒരു ഡിസൈൻസ് വരാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തു.
ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കും. ചെവിപ്പൂവിന് ചെയ്തതുപോലെ തന്നെ ആഭരണവും അതുപോലെ വസ്ത്രം ഇതെല്ലാം ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിത്രം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.